7, 13, 19 എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? പൊതുവ്യത്യാസം കാണുന്നതിന് 19 മൈനസ് 13 എത്ര കിട്ടി? 6. 11-ാം പദമാണ് കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 11-ാം പദം കാണുന്നതിനോ ആദ്യ പദത്തോടു കൂടി പൊതുവ്യത്യാസം 10 തവണ കൂട്ടേണ്ടതായിട്ട്. അതായത് 7 പ്ലസ് 10 ഇൻറ്റു 6, അതായത് 70 പ്ലസ് 60 എത്ര വന്നു? 67 എന്ന് വന്നു. ഓക്കെ, മറ്റൊരു ചോദ്യം. പൊതുവ്യത്യാസം 8ആയ ഒരു സമാന്തര ശ്രേണിയുടെ 6-ാം പദം 46 ആണ്. ഈ ശ്രേണിയുടെ 16-ാം പദം കാണുക. 21-ാം പദം എന്താണ്? ഈ ചോദ്യത്തിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ: പൊതുവ്യത്യാസം 8, 6-ാം പദം 46. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് 6-ാം പദത്തിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് 16-ാം പദമാണ്. അങ്ങനെയാണെങ്കിൽ 6-ാം പദത്തോടു കൂടി പൊതുവ്യത്യാസം എത്ര തവണ കൂട്ടിയാൽ 16-ാം പദമാകും? അതായത് 10 തവണ കൂട്ടിയാൽ. 6-ാം പദം എത്രയായിരുന്നു? 46. കൂടെ പൊതുവ്യത്യാസം 10 തവണ കൂട്ടുന്നു. 46 പ്ലസ് 80 എത്ര വന്നു? 6, 12, 126 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 21-ാം പദം എങ്ങനെ കണ്ടുപിടിക്കാം? 21-ാം പദം കാണണമെങ്കിൽ 16-ാം പദത്തോടു കൂടി പൊതുവ്യത്യാസം 5 തവണ കൂട്ടിയാൽ മതി. 16-ാം പദമായി 126 കിട്ടിയിട്ടുണ്ട്. 126 ഇൻറ്റു പൊതുവ്യത്യാസം എത്രയായിരുന്നു? ഓക്കെ, 126 പ്ലസ് 40 എത്ര വന്നു? 166. ഓക്കെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം. മറ്റൊരു ചോദ്യം നോക്കാം. 5, 8, 11 എന്ന സമാന്തര ശ്രേണിയുടെ 20-ാം പദം കാണുക. വളരെ ചെറിയ ചോദ്യമാണ് അല്ലെ? ഒരു സമാന്തര ശ്രേണിയുടെ 20-ാം പദം കാണണമെങ്കിൽ നമുക്ക് ആദ്യം 20-ാം പദം കാണണമെങ്കിൽ ആദ്യ പദത്തോടു കൂടി പൊതുവ്യത്യാസം 19 തവണ കൂട്ടേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആദ്യ പദം എന്ന് പറയുന്നത് 5-ഉം പൊതുവ്യത്യാസം 3-മാണ്. അങ്ങനെയാണെങ്കിൽ 5 പ്ലസ് 19 ഇൻറ്റു 5 പ്ലസ് 7, 57 എത്ര കിട്ടി? 62. ഇതിന്റെ ബീജഗണിത രൂപം കാണണം. ബീജഗണിത രൂപം കാണാൻ ഇതിന്റെ ആദ്യ പദം 5-ഉം പൊതുവ്യത്യാസം 3-ഉം ആയതുകൊണ്ട് 3n പ്ലസ് 2